എന്റെ മന്ത്രവും തന്ത്രവും ധ്യാനവും കർമ്മവും പൂജയും പുത്തരിയും നാലാം ചൊന്നാനായി പാടും. ദൈവം കതൂനൂര് വീരന്റെ ആറ്റവും തോറ്റവും കൊണ്ട കൂട്ടിയല്ല ഓരേ. ഇനി ദൈവം ഗുരുക്കളോടതായിരിക്കുന്ന ആ കാലതാമസം കൊണ്ട് ദൈവം കതൂനൂര് വീരന്റെ ആനമതിപ്പാട് കൊണ്ടക്കൂട്ടാൻ വൈകാൻ പാടില്ലല്ലോ അല്ലേ? കേറസരെ കൊണ്ട് ആദിത്യന്റെ ഉദയം ഭൂമിയെങ്കിൽ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ദൈവം കതൂനൂര് വീരൻ്റെതായിരിക്കുന്ന ആനമതിപ്പാട് കാണണ്ടേ അല്ലേ? ഇതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ കാത്തുവെക്കുന്നത് അല്ലേ? ആദ്യത്തിന്റെ പ്രകാശം ധരണിയിൽ വന്നാൽ ശോഭിതുണ്ടാവൂല അല്ലേ? അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ആ രംഗം മനസ്സിന് ഇമ്പമേകുന്ന അനുഭവമാണല്ലോ ദൈവം പുറപ്പെടുന്നത് ആ ഭാഗം അല്ലേ? മതം പൊട്ടിയ ആന ഏതു പ്രകാരമാണോ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതുപോലെയുള്ള അനുഭവമാണ് അല്ലേ? ആറ്റവും തോറ്റവും കഴിഞ്ഞു, ഇനി ആനമതിപ്പാടാണ് അല്ലേ? ആനമതിപ്പാടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏവരും നിശികാലത്ത് നിദ്രയൊഴിഞ്ഞ് ഞങ്ങളെ കാണുവാൻ വേണ്ടി നിലനിന്ന് അല്ലേ? അല്ലേ? അതുകൊണ്ട് മണ്ണ് വീണ് പൊത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തെളിർത്ത് വളർന്ന അനുഭവമാണല്ലോ ഞങ്ങളുടേതായിരിക്കുന്ന അനുഭവങ്ങൾ അല്ലേ? ഈ വലിയ വൃക്ഷം ദൈവം കുരിക്കളും എട്ടില്ലത്തിലേക്ക് അഭിമാനമുള്ള ദൈവം കതൂനൂര് വീരനും നെല്ലിക്ക പരക്ക പടയങ്കോടൻ തലക്കോടൻ ആനപാലതാട കൈതാടായിരിക്കുന്ന എട്ടില്ലത്തിലേക്ക് കുലശ്രേഷ്ഠനായിട്ട് രാജാവിന് തുല്യം വിളിപ്പുറത്തുന്നതായ അല്ലേ? ചുഴലി ഭഗവതിയമ്മയുടെ തടമുരട്ട് പിടിച്ചിരിക്കുന്ന കന്നാണല്ലോ. അതുകൊണ്ട് എന്റെ പുതുക്കടി പുലർത്താനും ഭേദമായിട്ട് തിരൾവാട്ടം കൂടാതെ തക്കവണ്ണം ഭക്തി എന്നിരിക്കുന്ന ജലം നിങ്ങൾ എന്റെ പുലർത്താനും ഭേദമായിട്ട് ഞങ്ങളുടെ മുരട്ട് ഒഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഭക്തി ഞങ്ങളുടേതായിരിക്കുന്ന മുരട്ടിൽ ഒഴിച്ച ജലം പോലെ ഇതിന്റെ മുരട്ടാണല്ലോ ജലം പകർന്നു അല്ലേ? അതിന്റെ തെളിർപ്പും കുളിർപ്പും ശാഖതോറും ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്റെ പുതുപ്പടി തറവാടത്തുടുമ്പയുമായിട്ട് കന്നുകൾക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി പൂർവികന്മാരുണ്ടാക്കിയിരിക്കുന്ന അനുഭവമാണല്ലോ ഞങ്ങളാ അന്ന് കണ്ടുകൊതിച്ച് ഞങ്ങളെ വിളിച്ചു വരുത്തി പൂർവികന്മാര് അല്ലേ? ഇന്ന് നിങ്ങൾക്ക് പൂർവികന്മാരെയും സ്മരിക്കാനുള്ള ദിനങ്ങളാണല്ലോ. അന്ന് പൂർവികന്മാര് ഇത് പ്രകാരം ചെയ്തത് കൊണ്ടാണല്ലോ ഇന്ന് ഓലം പ്രമാണമായിട്ട് മലനാട് ദേശത്തുള്ളതായിരിക്കുന്ന ആർദ്രം അച്ഛനമ്മയോട് കലഹപ്പെട്ടു, പറഞ്ഞത് കേൾക്കാതെ മലനാട് വിട്ട് കുടക് ദേശത്ത് കൈയെടുത്ത് നേരമ്മാമിന്റെ അരികിൽ ചെന്ന് ഇവിടെ നിന്ന് പ്രവൃത്തിയാവൂല എന്ന് പറഞ്ഞ ആൾത്തരം അല്ലേ? നേരമ്മാമിന്റെ അടുത്ത് പോയി പ്രവൃത്തിയെടുത്തു, വിവാഹം കഴിച്ചു, നല്ലതായിരിക്കുന്ന ഒരു സുഖജീവിതം നയിക്കുവാൻ വേണ്ടി അന്ന് വന്നപ്പോൾ കഴിഞ്ഞില്ല അല്ലേ? അങ്ങനെ അവിടെ നിന്ന് ഭാര്യയുമായിട്ടുള്ള കലഹവും ചങ്ങാതിമാരുടേതായിരിക്കുന്ന ക്ഷണവും യുദ്ധകളത്തെങ്കിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. അന്ന് യുദ്ധകളത്തിൽ അകപ്പെടുന്ന കാലങ്ങളിൽ അല്പമായിരിക്കുന്ന ചോര കണ്ട് ചെറുവിരലും പീഡമോദരവും തെറിച്ചു പോകുന്ന അവസരത്തെങ്കിൽ ഇനി ഞാൻ ഭാര്യയുടെ മുന്നിലേക്ക് രണ്ടാം പേര് ചെല്ലാൻ കൈയെടുക്കുന്നില്ല. ഇനി ഭാര്യ ചെമ്മരത്തിയായവൾ അല്ലെ വികലാംഗൻ എന്ന് വിളിക്കുമെന്നുള്ള ആ വിഷമത്താല് ആയുധമെല്ലാം പടക്കളത്തിൽ വെച്ച് വെറും തടിയോടുകൂടി കുടകളുടേതായിരിക്കുന്ന യുദ്ധഭൂമിയെങ്കിൽ അകപ്പെട്ട്
കുടകരുടേതായിരിക്കുന്ന ശരങ്ങളേറ്റ് വീരമൂർത്തി വധിച്ചിരിക്കുന്ന തോറ്റത് കൊണ്ടല്ല അല്ലെ, വീരമൂർത്തി യോദ്ധാവ് തന്നെയാണല്ലോ നിങ്ങൾക്ക്. ഇതുണ്ട് ശത്രുക്കൾ വരുന്ന അവസരത്തെങ്കിൽ യോദ്ധാവായിട്ട് തക്കമുണ്ടും അരികിലെ ദൈവം കതൂരൂർ വരുന്നുണ്ടല്ലോ. ഏകരാജ നാട് വാഴുന്ന ഉടവരുടേതായിരിക്കുന്ന രോഗങ്ങള് പല ദേശത്തുള്ളതായിരിക്കുന്ന വൈദ്യന്മാര് വന്നിട്ടും തീർക്കാൻ പറ്റാതിരിക്കുന്ന രോഗം എന്റേതായിരിക്കുന്ന മന്ത്രശക്തി കൊണ്ട് മന്ത്രവും തന്ത്രവും ധ്യാനവും കർമ്മവും ചെയ്ത് രാജാവിൻ്റെതായിരിക്കുന്ന രോഗം അകറ്റി അന്ന് എനിക്ക് പട്ടും വളയും കെട്ടും കിഴിയും എനിക്ക് സമ്മാനിച്ചു. ഇത്ര കടിയത്ത ഒരിക്കല ഇനി അല്ലെ എന്നെക്കാളും വലിയ ഒരാൾത്തരം ഇനി ഭൂമിയെങ്കിലും വേണ്ട. ഇത്ര കടിയത്ത ഒരിക്കല ഇനി വെച്ചക്കരുതിട്ട് എന്റെ കൂടെ 4 മയ്യൽക്കാരെ ചൊല്ലിയേച്ചു. കൂടാളിത്തറയുടെ കന്നിരാശിക്ക് അറബിലപ്പറമ്പിന്റെ അതിർസ്ഥലത്ത് എന്നെയും വെട്ടിവേറി കളഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ദൈവം കൽവനൂർ വീരൻ യുദ്ധകളത്തിൽ അകപ്പെടുന്ന ആ സമയവും എന്നെ കൂടാളിത്തറയുടെ കന്നിരാശിക്ക് വെട്ടിവേറുന്ന സമയവും ഒരു സമയമാണ് അല്ലേ. അന്ന് ഒരു അശരീരി കേട്ടു, ഗുരുക്കളെ 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 എന്ന് 3 വിളി വിളിക്കുന്ന സമയത്തെങ്കിൽ ദൈവം കതുവനൂർ വീരന്റെ ബലഭാഗത്ത് ഞാൻ ദൈവക്കരുവായ യോഗം വന്നിട്ടുണ്ടല്ലോ. എന്റെ ഗുരുക്കളെ സ്ഥാനം ഭേദമായിട്ട് ബലഭാഗത്ത് തന്നെ എനിക്കിവിടെ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. എന്റെ കോരത്തിൻ്റെതായിരിക്കുന്ന മന്ത്രതന്ത്രയാന കർമ്മങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ശക്തിയും കൂട്ടി തരുന്നുണ്ടല്ലോ അല്ലേ. തൻ്റെ ഗുരു അറിയിച്ചു പോകുന്ന പ്രകാരത്തിൽ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തു പോകുന്ന കാര്യങ്ങൾ വൻപിഴകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഗുരുക്കള് സമസ്താവരാധം പുറത്ത് ഇനിയും എനിക്ക് കർമ്മം ചെയ്യുവാനും പള്ളിയസ്ഥാനം മാറ്റി എണ്ണിയാലെണ്ണമില്ലാത്ത പള്ളിയസ്ഥാനവുമായി കൈടത്ത് ദൈവം കതൂരൂർ വീരൻ്റെയും ഗുരുക്കളയുടേതായിരിക്കുന്ന കർമ്മം ചെയ്യുവാനുള്ള ഭാഗ്യം ഞാൻ കൽപ്പിക്കാം.